ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗങ്ങൾ രാഷ്ട്രീയ തന്ത്രമോ വാർത്ത സൃഷ്ടിക്കാനുള്ള നീക്കമോ? ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ ലോക്സഭയിൽ സംസാരിക്കാൻ വരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ഒരാളോട് സംസാരിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ പറയും. പ്രസംഗത്തിനിടെ അദ്ദേഹം പറയുന്ന ചില പരാമർശങ്ങളും ഉപയോഗങ്ങളും ചില വാക്കുകളും ഭരണപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. തുടർന്ന് സ്പീക്കർ ഇടപെട്ട് ചില വാക്കുകൾ സഭാരേഖയിൽ നിന്ന് നീക്കുകയോ അത്തരം പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നു. ഇന്ന് ലോക്സഭയിലും സമാനമായ ഒരു സാഹചര്യമുണ്ടായി. പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച ഇഡിയറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഭരണപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് കാരണമായത്. സ്പീക്കർ ഇടപെട്ട് ആ പ്രയോഗം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചതിന് പിന്നാലെയും അതേ വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചുവെന്നാണ് ഭരണപക്ഷത്തിന്റെ വിമർശനം. ഇനി ഞാൻ ഇഡിയറ്റ് എന്ന വാക്ക് പറയില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും അതേ വാക്ക് ഉപയോഗിച്ച് സ്പീക്കറെ പരിഹസിക്കാൻ ശ്രമിച്ചു. ഇത് ആദ്യമായല്ല ഇത്തരമൊരു വിവാദം ഉണ്ടാകുന്നത്. ഓരോ തവണയും ഒരു വ്യക്തിയുമായി നടത്തിയ സംഭാഷണം വിവരിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിക്കുകയും പിന്നീട് വിവാദമായ ഒരു പ്രയോഗത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് പതിവ്. അത്തരം പ്രയോഗങ്ങൾക്കെതിരെ ഭരണപക്ഷം പ്രതിഷേധിക്കുകയും സ്പീക്കർ ഇടപെടുകയും ചെയ്യുമ്പോൾ ആ സംഭവം സഭയ്ക്ക് പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചയാകാറുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങി എന്നെ മോദിക്ക് പേടിയാണ്, അമിത്ഷയ്ക്ക് ഭയമാണ്, സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു, കിരൺ റിജിജു നുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കും. പാർലമെന്റിൽ ഒരു റൂൾ ബുക്ക് തന്നെയുണ്ട് എന്തൊക്കെ വാക്കുകൾ പറയാൻ പാടില്ല എന്നതിന്. ഉദാഹരണത്തിന് നുണ, കള്ളം എന്ന വാക്ക് സഭയിൽ പറയാൻ പാടില്ല. എന്നാൽ പലരും അസത്യം എന്ന വാക്ക് ഉപയോഗിക്കാം. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇത് അറിയാത്ത കാര്യമല്ല. വെറുതെ തമാശ കളിക്കാനും വാർത്ത ഉണ്ടാക്കാനും അണികൾക്ക് റീൽ ഉണ്ടാക്കാനും വേണ്ടി രാഹുൽ നടത്തുന്ന നാടകമാണ്. പാർലമെന്റിന് വ്യക്തമായ നടപടിച്ചട്ടവും പെരുമാറ്റച്ചട്ടവും നിലവിലുണ്ട്. സഭയിലെ അംഗങ്ങൾ ഉപയോഗിക്കരുതാത്ത നിരവധി വാക്കുകളും പ്രയോഗങ്ങളും പാർലമെന്ററി ചട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നുണ, കള്ളം തുടങ്ങിയ വാക്കുകൾ നേരിട്ട് ഉപയോഗിക്കുന്നതിന് അനുവദനീയമല്ല. അതിനു പകരം അസത്യം പോലുള്ള പാർലമെന്ററി പ്രയോഗങ്ങൾ ഉപയോഗിക്കാനാണ് പതിവ്. സഭയുടെ അന്തസ്സും സംവാദത്തിന്റെ നിലവാരവും സംരക്ഷിക്കാനാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ദീർഘകാല പാർലമെന്ററി അനുഭവമുള്ള നേതാക്കൾക്ക് ഈ ചട്ടങ്ങൾ അറിയാത്തതല്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഇത്തരം വിവാദങ്ങൾ പലപ്പോഴും ആസൂത്രിത രാഷ്ട്രീയ നീക്കമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സഭയ്ക്കുള്ളിൽ വിവാദം സൃഷ്ടിക്കുകയും തുടർന്ന് സഭയ്ക്ക് പുറത്തു വന്ന് തന്റെ മൈക്ക് ഓഫ് ചെയ്തു, എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല, സർക്കാർ വിമർശനങ്ങളെ ഭയക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് വാർത്തകളിൽ ഇടം പിടിക്കാനാണ് ഇപ്പോൾ ശ്രമം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും അനുകൂലികൾ റീലുകളും വീഡിയോ ക്ലിപ്പുകളും തയ്യാറാക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനം ചോദ്യം ഇതാണ്: പാർലമെന്റിലെ ചർച്ചകൾ രാജ്യത്തിന്റെ നയപരമായ വിഷയങ്ങളിലേക്കാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അതോ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൂടെയാണോ രാഷ്ട്രീയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ത്യൻ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ നിലവാരത്തെ വിലയിരുത്താനുള്ള പ്രധാന മാനദണ്ഡം. ഹിന്ദു രക്ഷാ മമ